ഗൗതം, മോഹൻലാലിന് അസൂയുള്ള രണ്ട് പേരാണ് മോദിയും മമ്മൂട്ടിയും. എന്തിനാണ് അസൂയ എന്ന് ചോദിച്ചാൽ നമുക്കൊക്കെ ചില പഠിക്കുന്ന പിള്ളേരോട് അസൂയ തോന്നും, കാണാൻ ഭംഗിയുള്ളവരോട് അസൂയ തോന്നും. എനിക്ക് ചില ഭക്ഷണത്തോട് ഭയങ്കര അസൂയാണ്. ഈ ഭക്ഷണം ഉണ്ടാക്കുന്നവരോട് എനിക്ക് ഭയങ്കര അസൂയാണ്. കാരണം ഇവർക്കൊക്കെ ഇത്ര കൈപുണ്യം ഭക്ഷണം ഉണ്ടാക്കുന്നതിൽ കിട്ടിയല്ലോ, നമുക്കൊന്നും അത് കിട്ടിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അസൂയകളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ മോഹൻലാലിന് പക്ഷേ ഇത്തരം അസൂയകളൊന്നുമല്ല. മോഹൻലാലിൻ്റെ ഒരു ക്യാരക്ടർ നമുക്കറിയാം. അദ്ദേഹത്തിന് ആരോടും അങ്ങനെ അദ്ദേഹത്തെ വിമർശിക്കുന്നവരോട് പോലും അദ്ദേഹം മോനെ മോനെ എന്ന് വിളിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആ തനതായ രീതിയിലുള്ള സംസാരമൊക്കെ ഉണ്ട്. എന്താണ് ഇപ്പോൾ മോഹൻലാലിന് ഇവരോട് രണ്ടുപേരോടും അസൂയ തോന്നാനുള്ള കാരണം? മോഹൻലാലിൻ്റെ ഇച്ചാക്കയെക്കുറിച്ച് മോഹൻലാൽ തുറന്നു പറഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. അസൂയുണ്ടെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ഗൃഹലക്ഷ്മിക്ക് നൽകിയിട്ടുള്ളൊരു അഭിമുഖത്തിലാണ് ഈ കാര്യം അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. നമുക്കറിയാം, ഇപ്പോൾ മഹേഷ് നാരായണൻ്റെ ഒരു സിനിമ, മോഹൻലാലും മമ്മൂട്ടിയൊക്കെ ഒന്നിക്കുന്ന ഒരു സിനിമ വരാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അതിൻ്റെ ഒരു വലിയൊരു പ്രതീക്ഷയിലാണ് പ്രേക്ഷകരെല്ലാവരും ഉള്ളത്. മാത്രമല്ല, ഇവർ രണ്ടുപേരുടെയും റിലീസുകൾ ഈ ജനുവരിയിൽ തന്നെ, ജനുവരി 23-ന് ഡൊമിനിക് എന്ന് പറഞ്ഞ ഗൗതം വാസുദേവ മേനോൻ്റെ സിനിമയും, അതോടൊപ്പം തന്നെ ജനുവരി 25-ന് മോഹൻലാലിൻ്റെ തുടരും എന്ന് പറയുന്ന ഈ രണ്ട് സിനിമകളുടെ ഒരു ക്ലാഷ് റിലീസൊക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇതിനോടകം തന്നെ ആര് ഈ ജനുവരി കയ്യിലെടുക്കും, മോഹൻലാലാണോ മമ്മൂട്ടിയാണോ? അതെ, ഇവരുടെ ഒരു സിനിമ അടുത്തടുത്തായിട്ട് റിലീസ് ചെയ്യുന്നത് കുറേ നാളുകൾക്ക് ശേഷമാണ്. അപ്പോൾ അത്തരം ചർച്ചകളൊക്കെ വലിയ രീതിയിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആര് വാഴും ബോക്സ് ഓഫീസിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ എന്തായാലും ഇത് രണ്ടും നല്ല സിനിമകളായിരിക്കും. കാരണം രണ്ടും നല്ല സംവിധായകരാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. അത്തരം കാരണങ്ങൾ കൊണ്ടൊക്കെ ഇത് രണ്ടും നല്ല സിനിമകളായിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷകളൊക്കെ പ്രേക്ഷകർക്കുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോഴും നമ്മുടെ മലയാള സിനിമയിൽ മോഹൻലാൽ മമ്മൂട്ടി എന്ന് പറയുന്നത് ഒരു തരംഗമായിട്ട് തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ മമ്മൂട്ടിയെ കുറിച്ച് ആലോചിക്കുമ്പോൾ പല കാര്യങ്ങളിലും എനിക്ക് അസൂയുണ്ടെന്ന് മോഹൻലാൽ തുറന്നു പറഞ്ഞിരിക്കുന്നത്. അത് അദ്ദേഹത്തിൻ്റെ ഒരു ആത്മനിയന്ത്രണം, മമ്മൂട്ടി സ്വീകരിക്കുന്ന ഒരു ആത്മനിയന്ത്രണമുണ്ട്. ആ ആത്മനിയന്ത്രണത്തിലാണ് മോഹൻലാലിന് യഥാർത്ഥത്തിൽ മമ്മൂട്ടിയുടെ കാര്യത്തിൽ അസൂയ എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അതായത് അദ്ദേഹം ശരീരത്തെ എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അതായത് പടയോട്ട സമയത്ത് ഞാൻ എങ്ങനെയാണോ മമ്മൂട്ടിയെ കണ്ടിട്ടുള്ളത് അതേ രീതിയിലുള്ള ശരീരം, അതേ രീതിയിലുള്ള വർത്തമാനം എല്ലാം കൊണ്ടും മമ്മൂട്ടി ഒരു മാറ്റവുമില്ല. പടയോട്ടത്തിൽ എനിക്ക് അറിയാവുന്ന അതേ മമ്മൂട്ടി തന്നെയാണ് ഇപ്പോൾ 2024-ലെയും മമ്മൂട്ടി. അപ്പോൾ അതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു മാതൃകയാണ്. അദ്ദേഹത്തിൻ്റെ, ഞാനും മമ്മൂട്ടിയും പല ഹോട്ടലുകളിലും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോകാറുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് ആവശ്യമുള്ളതിനപ്പുറം ഒരു ആഹാരം പോലും മമ്മൂട്ടി കഴിക്കാറില്ല. അപ്പോൾ അത്രമാത്രം ഒരു നടൻ എന്ന നിലയിൽ ശരീരം ഒരു വ്യക്തിക്ക് വളരെയധികം പ്രാധാന്യമാണ്. ഒരു നടന് അതിൽ കൃത്യമായിട്ടുള്ള ഒരു ഒരു മികവ് കാണിക്കുന്നത്, എങ്ങനെയാണ് ശരീരം നിയന്ത്രിക്കുന്നത്, ഈ കാര്യത്തിൽ മമ്മൂട്ടി ഇന്ത്യൻ സിനിമയിൽ തന്നെ പല നടന്മാർക്കും ഒരു വലിയൊരു മാതൃകയാണെന്നാണ് മോഹൻലാൽ തുറന്ന് സമ്മതിച്ചിരിക്കുന്നത്. ആ കാര്യത്തിൽ എനിക്ക് വലിയ അസൂയയുണ്ട് മമ്മൂട്ടിയിൽ. ഞാനൊരു ആത്മനിയന്ത്രണം ഒട്ടുമില്ലാത്ത ഒരാളാണ്. എനിക്ക് തോന്നിയ രീതിയിൽ ഭക്ഷണം കഴിക്കുന്ന, അല്ലെങ്കിൽ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു സ്വഭാവമൊന്നും ഇല്ലാത്തൊരാളാണ് ഞാൻ എന്നൊക്കെയാണ് മോഹൻലാൽ ഇപ്പം മമ്മൂട്ടിയെ കുറിച്ച് തുറന്നു പറഞ്ഞിരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മമ്മൂട്ടിയും അതോടൊപ്പം തന്നെ മോഡിയും, തന്നെ ആദ്യം സൂചിപ്പിച്ചതുപോലെ നരേന്ദ്രമോദിയും ഒരു വയസ്സിൻ്റെ വ്യത്യാസമാണുള്ളത്. ഇവർ രണ്ടുപേരും യഥാർത്ഥത്തിൽ ശരീരം മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. മോഡി ആയിക്കോട്ടെ മമ്മൂട്ടി ആയിക്കോട്ടെ, ഇവർ രണ്ടുപേരും ശരീരം മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും മാതൃകയാക്കേണ്ട ഒരു ഇതാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. മോഡി ശുദ്ധ വെജിറ്റേറിയനാണ്. അദ്ദേഹം വളരെ നിയന്ത്രണപരമായിട്ട് ആഹാരം കഴിക്കുന്ന, അതോടൊപ്പം തന്നെ ശരീരം നിയന്ത്രിക്കുവാൻ വേണ്ടിയിട്ട് യോഗ പോലുള്ള മറ്റ് ഒരുപാട് എക്സസൈസുകളൊക്കെ ശീലിക്കുന്ന ഒരു വ്യക്തിയാണ് മോഡി എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു കാര്യത്തിൽ മമ്മൂട്ടിയും മോദിയും നമുക്ക് എല്ലാവർക്കും ഒരു മാതൃക തന്നെയാണ്. അതുതന്നെയാണ് മോഹൻലാലിൻ്റെ വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കുന്നത്. തീർച്ചയായിട്ടും ഒരു എന്താ പറയുക, ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന, ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു നടൻ മോഹൻലാൽ. അദ്ദേഹം തനിക്ക് ഇത്തരം കാര്യങ്ങളിൽ നിയന്ത്രണം പാലിക്കാൻ കഴിയുന്നില്ല. ആ ഫുഡിൻ്റെ കാര്യത്തിലാണെങ്കിലും വ്യായാമത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ ഞാനൊരു സ്ട്രിക്റ്റായി അതിനെ ഫോളോ ചെയ്യുന്ന ഒരു പേഴ്സൺ അല്ല. പക്ഷേ അത് ഫോളോ ചെയ്യുന്നവരെ ഞാൻ അംഗീകരിക്കുന്നു, അവരെ മാതൃകയാക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് കൂടി ഒരു പ്രചോദനമാണ്. കാരണം ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും അസൂയയും കുശുമ്പും ഒക്കെ വച്ച് പുലർത്തുന്നവർക്കിടയിലാണ്. ലാലേട്ടൻ എപ്പോഴും വെറൈറ്റിയാണ്. ഇപ്പോൾ എന്ത് വിമർശനങ്ങൾ ചോദിച്ചാലും, എന്ത് വിമർശനങ്ങൾ ഊന്നിയൊരു ചോദ്യം ചോദിച്ചാലും അദ്ദേഹം പറയുന്ന കാര്യങ്ങളിൽ എപ്പോഴും
അതിൽ നിന്ന് അവതാരകന് ഒരു കൊനഷ്ടും ഉണ്ടാക്കിയെടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ മീഡിയ വണ്ണിലോട്ട് പോയ വേണു ബാലകൃഷ്ണൻ ഒരിക്കൽ ശ്രീനിവാസനുമായി ബന്ധപ്പെട്ട് ഉദയനാണ് താരം എന്ന സിനിമയുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ അത് എന്നോടല്ല, നിങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കൂ എന്ന് പറഞ്ഞ് അതിനെ കൃത്യമായി ഇല്ല എന്നാ ചോദിച്ചത്. അപ്പോൾ നെഗറ്റീവായിട്ട് നിങ്ങൾ ചോദിച്ചാലും എൻ്റെ മറുപടി ഇല്ല. അപ്പം ഞാൻ പറയുന്ന കാര്യങ്ങളെ ഞാൻ പറയൂ. മാത്രമല്ല 3500 പെണ്ണുങ്ങളുമായി മോഹൻലാൽ ബന്ധം സ്ഥാപിച്ചതിൻ്റെ ഒരു ഫംഗ്ഷൻ ആഘോഷിച്ചു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം തിരിച്ചു ചോദിച്ചത്, നിങ്ങൾക്ക് അത്രേ അറിയാവൂ, ഞാൻ 5000-ൽ കൂടുതൽ സ്ത്രീകളുമായി ബന്ധം സ്ഥാപിച്ചിട്ടുണ്ട് എന്ന് വളരെ കൂളായി പറഞ്ഞ് അതിനെ പിന്നെ നിസ്സാരവൽക്കരിച്ച ഒരാളാണ് അദ്ദേഹം. അദ്ദേഹത്തിനെതിരെ വരുന്ന വിമർശനങ്ങളൊക്കെ അദ്ദേഹം വളരെ കൂളായി ആ കാര്യത്തിൽ ഒരുപക്ഷെ മോഹൻലാലിൻ്റെ അത്ര ഒരു കപ്പാസിറ്റി മറ്റേത് നടന്മാർക്കും ഉണ്ടെന്ന് തോന്നില്ല. കാരണം ബാക്കിയുള്ളവരൊക്കെ മമ്മൂട്ടിയൊക്കെ സെറ്റിലൊക്കെ ഭയങ്കര ക്ഷിപ്രകോപി എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആരും മമ്മൂട്ടിയുടെ അടുത്ത് പോയി സംസാരിക്കില്ല, അദ്ദേഹത്തെ ഭയമാണ്. പക്ഷെ അദ്ദേഹം എല്ലാവരെയും ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ്. അതല്ല, അങ്ങനെയല്ല, ഓരോരുത്തരുടെ സ്വഭാവം ഒരു രീതിയിലാണ്. പക്ഷെ മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ യുവനിരയിലുള്ള കുട്ടികൾ വരെ പറയുന്നത് ആ ആക്ഷൻ പറയുന്നതിന് മുൻപ് വരെ നമ്മൾ കാണുന്ന ലാലേട്ടനല്ല ആക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം കഥാപാത്രമായി അങ്ങ് മാറുകയാണ്. ഈ പുരികവും തലമുടിയുടെ ഒരു ഇഴ പോലും അഭിനയിക്കുന്ന തരത്തിലേക്ക് അദ്ദേഹം അങ്ങ് വല്ലാതെ ചേഞ്ചാകും എന്ന് പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുള്ളതല്ല, പല സിനിമകളിലും നമ്മളത് കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ അഭിനയ പാഠമൊക്കെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ബോഡി ലാംഗ്വേജ്, ഒരു ചരിഞ്ഞ ശരീര ഭാഗത്തോടു കൂടി എപ്പോഴും ചിരിച്ചുകൊണ്ട് ആളുകളെ നമ്മൾ ലാലേട്ടൻ എന്ന് പറയുമ്പോൾ ആളുകൾക്കൊരു ആവേശം വരുന്നത് അങ്ങനെയാണല്ലോ. അപ്പോൾ പ്രായം എത്രയായാലും എനിക്ക് തോന്നുന്നു മമ്മൂട്ടി ശരിയാണ്, മമ്മൂട്ടി ഇപ്പോഴും ആ ഒരു പണ്ടത്തെ കാലത്തെ മമ്മൂട്ടിയിൽ നിന്ന് ഒരു മാറ്റവും മമ്മൂട്ടിക്ക് സംഭവിച്ചിട്ടില്ല. അതുപോലെ തന്നെയാണ് ശരീരം മെയിൻറ്റെയിൻ ചെയ്യുന്നത്. തീർച്ചയായിട്ടും അതിനൊരു കഴിവ് കൂടി വേണം അല്ലേ? ശരീരം മെയിൻറ്റെയിൻ ചെയ്ത് നമ്മളൊക്കെ വാരി വലിച്ച് ഇപ്പോൾ ആളുകൾ പറയും 6 മണിക്ക് മുന്നേ പിന്നെ ഡോക്ടർമാരൊക്കെ പറയും നിങ്ങൾ 6 മണിക്ക് മുന്നേ അത്താഴം കഴിക്കണം രാത്രിയത്തെ, എന്നിട്ട് വയറിന് റെസ്റ്റ് കൊടുക്കണം, അതിനുശേഷം ഫ്രൂട്ട്സ് എന്തെങ്കിലും കഴിക്കുക, പിന്നെ കിടന്നുറങ്ങുക. നമ്മളൊക്കെ ആഹാരം കഴിക്കുന്ന എപ്പോഴാണ്? രാത്രി 11 മണിക്ക് 12 മണിക്ക് വലിച്ചു വാരി തിന്നും. എനിക്ക് തോന്നുന്നത് നമ്മളിതിൽ ഈ ശരീരം മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ മമ്മൂട്ടിയിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചു പോകുന്നു എന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദി അത്രയും കൃത്യമായിട്ടുള്ള ജാഗ്രത ശരീരം മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ അദ്ദേഹം നടത്തുന്ന ഒരാളാണ്. 4 മണിക്കൂറേ ഉറങ്ങത്തുള്ളൂ, ബാക്കി സമയം അത്രയും അദ്ദേഹം ജോലിയിൽ മുഴുകിയിരിക്കുന്ന ഒരു മനുഷ്യനാണ്. പിന്നെ സ്വന്തമായി വീടില്ല, ബാങ്ക് ബാലൻസ് ഇല്ല, അദ്ദേഹത്തിന് ഒന്നിനെക്കുറിച്ചും ടെൻഷൻ ഇല്ല. അദ്ദേഹത്തിൻ്റെ ടെൻഷൻ മുഴുവൻ എന്താണ്? രാജ്യത്തിൻ്റെ വികസനം എന്നുള്ളത് മാത്രമാണ്. അതിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ 4 മണിക്കൂർ ബാക്കി 8 മണിക്കൂർ അദ്ദേഹം ജോലി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ ജോലിക്കിടയിലും അദ്ദേഹത്തിൻ്റെ ശരീരം മെയിൻറ്റെയിൻ ചെയ്യാനും അദ്ദേഹം വ്രതം ഒക്കെ കൃത്യമായി അനുഷ്ഠിക്കാനും അദ്ദേഹം പിന്നെ എന്താ പറയുക ഗുഹകളിൽ പോയി കുറേ നേരം സ്വയം എന്താ പറയുക യോഗ പോലുള്ള കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ അദ്ദേഹം ശ്രമിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ശരീരം കൂടി അതിന് പ്രാവർത്തികമായാൽ മാത്രമേ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് അദ്ദേഹത്തിന് കൂടുതൽ ഊന്നൽ നൽകാൻ കഴിയുമെന്ന് അദ്ദേഹത്തിന് അറിയാം എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത് നമ്മളിപ്പോൾ ഞാൻ പലപ്പോഴും വിചാരിക്കും നരേന്ദ്രമോദിയെ കാണുമ്പോൾ ഏറ്റവും ശക്തനായ ഒരു പ്രധാനമന്ത്രി, ഒരു തീവ്രവാദിയൊക്കെ വന്നാൽ സൈനികരൊന്നും വേണ്ട, നമുക്ക് നമ്മുടെ പ്രധാനമന്ത്രി മതി അവരെ അടിച്ചൊതുക്കാൻ. കാരണം അത്രത്തോളം അദ്ദേഹത്തിന് ബോഡി ഫിറ്റ് ഉണ്ട്. പക്ഷെ മമ്മൂട്ടിയൊക്കെ നമുക്കറിയാം കഴുത്തിൻ്റെ ഇവിടെയൊക്കെ അദ്ദേഹം മറച്ചു വെച്ചേക്കാണ്, ഇവിടെയൊക്കെ കുറേ പ്രായത്തിൻ്റെതായ, പക്ഷെ മോദിയെ സംബന്ധിച്ചിടത്തോളം അതുപോലും ഇല്ല എന്നുള്ളതാണ്. കണ്ണിൻ്റെ ഇവിടെയൊക്കെ അദ്ദേഹത്തിന് പ്രായത്തിൻ്റെതായ വീഴ്ചകളുണ്ട്, അതൊക്കെ മറയ്ക്കാൻ ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. നടനാണ്, തീർച്ചയായും മറയ്ക്കുക തന്നെ വേണം. നരേന്ദ്രമോദിയെ സംബന്ധിച്ച് അങ്ങനെയില്ല. പക്ഷെ അപ്പോഴും ഒരു RSSകാരൻ എന്നുള്ള നിലയിൽ വളർന്നു വന്ന എല്ലാ ശാരീരികമായ ഫിറ്റ്നസ്സും അദ്ദേഹത്തിനുണ്ട് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ആ നടപ്പിലും നോട്ടത്തിലും സംസാരത്തിലും എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്നുള്ളത് തന്നെയാണ്.